ഒരു രഹസ്യം എത്ര കാലം മറച്ചു വയ്ക്കാൻ കഴിയും? സത്യം പുറത്തു വരുന്നതിന് മുൻപ് സംശയങ്ങൾ പലരിലേക്കും നീളും. ഇനി അത് ഏത് വഴിയിലേക്ക് തിരിയും? നമുക്ക് കേട്ടു നോക്കാം. അവിവാഹിത ഭാഗം 17. അവളുടെ വരവ് കണ്ടിട്ട് എന്തോ പന്തികേട് പോലെ പത്മനാഭൻ നമ്പ്യാർക്ക് തോന്നി. ആ സംഭവത്തിന് ശേഷം നന്ദിനി ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഇവർ അങ്ങോട്ട് പോകാറുണ്ട്. പല ദിവസങ്ങളിലും അമ്മയും മകനും ഒരുമിച്ച് അവിടേക്ക് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മരുമകൻ പീതാംബരൻ പല ദിവസങ്ങളിലും അവർ പോകുന്ന സമയങ്ങളിൽ വീട്ടിൽ കാണാറില്ല. ഇന്നും വീണയും രമേശും ഒരുമിച്ചാണ് പോയത്. പക്ഷേ രമേശിനെ ഇപ്പോൾ കാണുന്നില്ലല്ലോ. രമേശിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റി കാണുമോ? അതോ അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാണുമോ? അതോ അവൻ്റെ അടുത്തു നിന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഉണ്ടായി കാണുമോ? അതാണിപ്പോൾ അവനെക്കൊണ്ടുള്ള ഒരേ ഒരു പ്രശ്നം. അതുകൊണ്ടായിരിക്കുമോ വീണയുടെ മുഖത്തെ ഭാവത്തിൽ ഇത്രയേറെ വ്യത്യാസം? അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ അവൾക്ക് പേടി വരുമല്ലോ. കണ്ടിട്ട് വല്ലാതെ പേടിച്ചിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ. എന്തു പറ്റി മോളെ? നിന്റെ മുഖം കണ്ടിട്ട് വല്ലാതെ ഇരിക്കുന്നല്ലോ. അവളെ കാണാൻ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലേ? മറുപടി പറയുന്നതിന് പകരം അവൾ അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു. അതിനുശേഷം പുറത്തേക്ക് വന്നു. ഞാനതെങ്ങനെ പറയും എൻ്റെ അച്ഛാ? അന്ന് നടന്ന കാര്യങ്ങൾ അച്ഛന് അറിയാമല്ലോ. അതുകൊണ്ട് എന്ത് സംഭവിക്കരുത് എന്ന് നമ്മൾ വിചാരിച്ചോ അതാണ് ഇന്ന് സംഭവിച്ചത്. ഇവൾ ഇങ്ങനെ വളഞ്ഞു ചുറ്റി പറയാതെ യഥാർത്ഥത്തിലുള്ള കാര്യം പറയുകയായിരുന്നു എങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. എന്തു തന്നെയാണെങ്കിലും വന്നത് അനുഭവിച്ചല്ലേ പറ്റൂ. നേരെ ചൊവ്വേ കാര്യങ്ങൾ പറ വീണേ, മനുഷ്യനെ വിഷമിപ്പിക്കാതെ. വീണ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. രമേശും വീണയും കൂടി അവിടെ പോയി സംസാരിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ശാന്തമ്മ ചേച്ചിയാണ് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. നന്ദിനിക്ക് നല്ല സുഖമില്ല എന്നാണ് ശാന്തമ്മ ചേച്ചി പറഞ്ഞത്. എന്നാലും തനിക്ക് തോന്നിയത് അതെന്തായിരിക്കും എന്നറിയണമെന്നാണ്. എന്താണ് അവൾക്ക് കുഴപ്പം എന്നവൾ പറഞ്ഞോ? കുറച്ച് ദിവസമായി അവൾക്ക് എല്ലാ നേരവും ക്ഷീണവും ഒരുമാതിരി തൂങ്ങി ഇരിപ്പുമാണ്. നേരത്തെയൊക്കെ അമ്മയുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതുപോലും മുടങ്ങിയിരിക്കുകയാണ്. എന്താണ് പറ്റിയത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വീണയുടെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടിയ പോലെയായി. താൻ സംശയിച്ച കാര്യങ്ങൾ ശരിയായി വരികയാണെന്ന് തോന്നുന്നല്ലോ. അതിൻ്റെ ആദ്യ ലക്ഷണമാണ് വല്ലാത്ത ക്ഷീണവും തളർച്ചയും ഒക്കെ. ഇനിയിപ്പോൾ മനം പുരട്ടലും ഓക്കാനവും ഛർദിയും ഒക്കെ എന്നാണ് തുടങ്ങുന്നത് ആവും. അതും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പൂർത്തിയായി. അതൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരോപണങ്ങൾ പലരുടെ നേരെയും ഉണ്ടാകും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് രമേശിൻ്റെ നേരെ ആവാൻ സാധ്യതയുണ്ട്. അത് ഓർക്കുന്നതുകൊണ്ട് മാത്രമാണ് വീണയ്ക്ക് വിഷമം. നാട്ടുകാരുടെ നാവിന് എല്ലില്ലല്ലോ. അതുകൊണ്ട് ആർക്കെതിരെ വേണമെങ്കിലും പറഞ്ഞു എന്ന് വരാം. എന്തു ചെയ്യും? ഏത് രോഗമാണെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാം എന്നായിരുന്നു വീണ പറയേണ്ടിയിരുന്നത്. പക്ഷേ ഇതിന് ആശുപത്രിയിൽ ചെന്നാലുള്ള അപകടം അറിയാവുന്നതുകൊണ്ട് വീണ ഒരു കാരണവശാലും ആ നിർദ്ദേശം പറഞ്ഞില്ല. അവളോട് അല്പം സംസാരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയിരുന്നു.
അത് പറയാമെന്ന് വിചാരിച്ചപ്പോഴേക്കുമാണ് വീടിൻ്റെ പിന്നാമ്പുറത്തു നിന്നും ഓക്കാനിക്കുന്ന ശബ്ദം കേട്ടത്. ഒച്ച കേട്ടത് എന്താണെന്നും ആരാണെന്നും അറിയണമല്ലോ. അതിനുവേണ്ടി ശാന്തമ്മയോടൊപ്പം വീണയും അങ്ങോട്ട് ഓടിച്ചെന്നു. കുനിഞ്ഞു നിന്ന് ഒരു തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് ഛർദ്ദിക്കുന്ന നന്ദിനിയെയാണ് അവർ അവിടെ കണ്ടത്. എന്തു പറ്റി മോളെ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് മുൻപേ അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയത് വീണയാണ്. അത് മനഃപൂർവമായിരുന്നു. വീണ അടുത്തു ചെന്ന് ഛർദ്ദിച്ചുകൊണ്ട് നിൽക്കുന്ന അവളുടെ പുറം തടവിക്കൊണ്ട് കുനിഞ്ഞ് അവളുടെ ചെവിയോട് ചേർത്ത് ചുണ്ടുവെച്ചിട്ടാണ് അങ്ങനെ ചോദിച്ചത്. എനിക്കറിയില്ല രമേഷിൻ്റെ അമ്മേ എന്താണ് പറ്റിയത് എന്ന്. എന്തായാലും ശാന്തമ്മയോട് പറയുന്നത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെ ആയിരിക്കും എന്ന് മാത്രമേ വേണ്ടൂ. ബാക്കിയൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം. ശാന്തമ്മ ഓടിയെത്തിയപ്പോഴേക്കും ഒരു തരത്തിൽ വീണ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു. അടുത്തു വന്ന ശാന്തമ്മയോട് വീണ പറയുകയും ചെയ്തു. എന്തോ കഴിച്ച് ദഹിക്കാത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. രാവിലെ എന്താണാവോ പ്രത്യേകമായി കഴിച്ചത്, സാധാരണ കഴിക്കുന്നതല്ലാതെ. അത് തന്നെയാണ് ഇപ്പോൾ ഞാനും ആലോചിക്കുന്നത്. ദഹിക്കാത്തത് എന്താണ് ഇപ്പോൾ കഴിച്ചതെന്ന്. പല ദിവസങ്ങളിൽ ഓരോ വീടുകളിലേക്ക് കയറി ഇറങ്ങുമ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ദഹിക്കാത്തത് ചിലപ്പോൾ കഴിച്ചേക്കുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശാന്തമ്മയുടെ സംസാരം ഒരു ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് വീണയ്ക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. എന്നിട്ടും മനസ്സിലാകാത്തതുപോലെ ഭാവിക്കുകയാണ് അവർ ചെയ്തത്. തൻ്റെ വീട്ടിലേക്ക് വന്നതിനെപ്പറ്റിയാണ് അവർ പറയുന്നതെന്ന് വീണയ്ക്ക് മനസ്സിലായി. എന്തു ചെയ്യാം, ഒരു ഇളയച്ചനെ കൊണ്ടുണ്ടായ ദുരിതങ്ങളാണല്ലോ ഇതെല്ലാം. തനിക്കുണ്ടായതിനേക്കാൾ എത്രയോ കൂടുതലാണ് നിരപരാധിയായ ഈ പെൺകൊച്ചിന് ഉണ്ടായത്. അവൾക്കിനി ഇതുമൂലം എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. തങ്ങൾക്കൊക്കെ അവൾക്ക് വേണ്ടി ചെയ്താൽ എന്തുമാത്രം ചെയ്യാൻ കഴിയും? ജീവിതകാലം മുഴുവൻ അവളെ സംരക്ഷിക്കാനൊന്നും തന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എന്ത് ചെയ്യാനാണ്? വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. നിനക്ക് മരുന്നെന്തെങ്കിലും വേണോ നന്ദിനി? അതോ ഛർദ്ദിക്കാനുള്ള പ്രവണത കുറഞ്ഞോ? ചിലപ്പോൾ 1-2 തവണ ഛർദ്ദിച്ചു കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും. ശാന്തമ്മയുടെ മുഖഭാവം അപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. പക്ഷേ ഇത് 1 തവണയോ 2 തവണയോ ഛർദ്ദിച്ചതുകൊണ്ട് നിൽക്കും എന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ 5-6 മാസം തുടർച്ചയായി ഛർദ്ദിച്ചു എന്നിരിക്കും. എല്ലാ ദിവസവും വന്ന് പുറംതിരുമ്മി കൊടുത്താൽ മതി. ഇത്ര നേരവും ശാന്തമ്മ പറഞ്ഞത് ദ്വയാർത്ഥ പ്രയോഗമായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് ഏകാർത്ഥ പ്രയോഗമായിരുന്നു. തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് അവർ പറഞ്ഞത്. താനാണല്ലോ പോയി പുറംതിരുമ്മി കൊടുക്കാൻ താല്പര്യമെടുത്തത്. ശാന്തമ്മ അങ്ങനെയൊന്നും പറയാൻ മാത്രം ഞാനായിട്ട് ഒന്നും ചെയ്തു വച്ചിട്ടില്ല. അത് മനസ്സിലാക്കിക്കോ. ഇതൊരു സുഖക്കേടായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ശാന്തമ്മ കാണുന്നത് പോലെ ഉള്ളതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരുടെ മനസ്സിലാണ് വക്രത കുടികൊള്ളുന്നത് എന്നൊക്കെ ആരും പറഞ്ഞറിയുകയൊന്നും വേണ്ട. എന്തു തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ കഴിയില്ല. അത് പറയേണ്ടയാൾ വരുമ്പോൾ കൃത്യമായി തന്നെ പറഞ്ഞുകൊള്ളും. നിനക്ക് പറ്റുന്നതുപോലെ നീ അങ്ങ് പറഞ്ഞു. എന്തുമാത്രം പറയുമെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ആരെല്ലാം പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു തെറ്റും വന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പു തന്നെയാണ്.
എന്തെങ്കിലും തെറ്റ് ചെയ്യാത്തവർക്ക് തെറ്റ് ചെയ്തില്ല എന്ന് പറയാൻ ഇത്ര ആവേശം കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവരുടെ ഭാഗത്ത് എന്തോ ഉണ്ട്, എന്താണെന്ന് മാത്രമേ അറിയാത്തതായി ഉള്ളൂ. അതും അറിയാൻ കഴിയും. ആരുടെ ഭാഗത്താണ് തെറ്റെന്നും ആരാണ് ഉത്തരവാദിയെന്നും ഒക്കെ അവൾ തന്നെ പറയും. അവളെക്കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ സംശയത്തിൻ്റെ മുന പലരിലേക്കും നീളും. അങ്ങനെ എൻ്റെ ആൾക്കാരിലേക്കൊന്നും സംശയമുന നീളാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ ആൾക്കാരിലേക്കല്ലെങ്കിൽ പിന്നെ മറ്റാരുമാണെന്നാണല്ലോ. എല്ലാം ചൂണ്ടുന്നത് തൻ്റെ മകനിലേക്ക് തന്നെയാണ്. അവർ രണ്ടുപേരുമായിരുന്നല്ലോ കൂടുതൽ അടുപ്പത്തിലുണ്ടായിരുന്നത്. അവനെ കാണാനാണല്ലോ അവൾ അവിടെ വന്നിട്ടുള്ളതും. പറയുന്നവർക്ക് പറയാനാണെങ്കിൽ ഈ ശാന്തമ്മയുടെ വീട്ടിലും ഉണ്ടല്ലോ ഒരുവൻ, അവളുടെ ഭർത്താവ്. അവന് വേണമെങ്കിലും ആകാൻ മേലേ. സത്യം തനിക്കറിയാവുന്നതുകൊണ്ട് ഒന്നും പറയാത്തതാണ്. സാധാരണ ദിവസങ്ങളിൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ പോകുന്ന കാര്യം പറഞ്ഞൊക്കെയേ തിരിച്ചു പോരാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആ അന്തരീക്ഷമല്ലല്ലോ. അതുകൊണ്ട് വീണ ശാന്തമ്മയോട് അക്ഷരം മിണ്ടാതെ വീട്ടിൽ നിന്നിറങ്ങിപ്പോന്നു. എന്താണ് ഇനി ചെയ്യാൻ കഴിയുക എന്ന ആലോചനയായിരുന്നു അവളുടെ മനസ്സ് നിറയെ. ഇത്തരം വിഷമം പിടിച്ച സാഹചര്യങ്ങളിൽ പരിഹാരമുണ്ടാക്കാനുള്ള കഴിവ് തൻ്റെ ഭർത്താവ് പീതാംബരൻ നമ്പ്യാർക്ക് വളരെ കുറവാണ്. അത് അറിയാവുന്നതുകൊണ്ട് പരിഹാരം കണ്ടെത്താനായി വീണ ആലോചിച്ചത് അവളുടെ അച്ഛനോട് തന്നെയാണ്. അച്ഛനെയാണല്ലോ മുൻപിൽ ആദ്യം കണ്ടതും. അല്ലെങ്കിലും പത്മനാഭൻ നമ്പ്യാർ തന്നെയാണല്ലോ ഇതിന് പരിഹാരം കാണാൻ തൻ്റെ ഭർത്താവിനേക്കാൾ കൂടുതൽ ബാധ്യതപ്പെട്ടവൻ. ഇനി എന്ത് ചെയ്യും അച്ഛാ? എങ്ങനെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കും? പ്രശ്നമാണോ? അതിനൊരു പരിഹാരവും ഉണ്ടാവും. ശാന്തമായി ആലോചിക്കണം എന്ന് മാത്രം. ഇവിടെ വെറുതെ ഒരു പരിഹാരമുണ്ടാക്കിയാൽ പോരാ. തങ്ങൾക്ക് മാനക്കേടോ ധനനഷ്ടമോ ഉണ്ടാകാത്ത തരത്തിലുള്ള പരിഹാരം വേണം. അതിന് ശാന്തമായി ആലോചിക്കുക തന്നെ വേണം. അതിനിപ്പോഴും നന്ദിനി അവിടെ തന്നെയല്ലേ ഉള്ളത്? ഏതെങ്കിലും കാരണവശാൽ അവളെ ഇറക്കി വിടുകയോ മറ്റോ ചെയ്തെങ്കിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അപ്പോഴല്ലേ നമ്മളതിൻ്റെ പരിഹാരത്തിന് വേണ്ടി പോകേണ്ടതുള്ളൂ. അതുപോലെ തന്നെ നന്ദിനി പവിത്രൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ മാത്രമല്ലേ നമ്മളതിന് പരിഹാരം കാണാൻ ബാധ്യതപ്പെട്ടതാകുന്നുള്ളൂ. അവൾക്ക് അത് പറയാതെ എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അവൾ യഥാർത്ഥ കാര്യം പറയും. ഇല്ലെങ്കിൽ പലരും സംശയിക്കപ്പെടും. രമേഷും, ചിലപ്പോൾ രമേഷിൻ്റെ അച്ഛനും പോലും സംശയിക്കപ്പെട്ടേക്കാം. ഒരു കാരണവശാലും സംശയത്തിലേക്ക് വരാതെ നിൽക്കാൻ കഴിയുന്നത് പവിത്രന് തന്നെ ആയിരിക്കും. അതായിരിക്കും അതിലെ വിരോധാഭാസം. എന്നായാലും അവൾ അത് പറയും. പറയാതെ എത്ര ദിവസം മുന്നോട്ട് പോകാൻ അവൾക്ക് കഴിയുമെന്ന് മാത്രമേ സംശയമുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാൽ എന്തു ചെയ്യും? എങ്ങനെ പരിഹാരമുണ്ടാക്കും എന്നാണ് ആലോചിക്കേണ്ടത്. ഏട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അച്ഛൻ തന്നെയാണ് ഭേദം. എന്തായാലും നീ സമാധാനമായി ഇരിക്കേ. നമുക്ക് പരിഹാരമുണ്ടാക്കാം. എന്തെങ്കിലും വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം. നീ കേട്ടല്ലോ. വീണയുടെ ഒപ്പം തന്നെ പോയതാണെങ്കിലും രമേഷ് ഇപ്പോൾ മടങ്ങിയെത്തുന്നതേയുള്ളൂ. അവൻ വരുന്നത് കണ്ടതോടെ രണ്ടുപേരും വിഷയം മാറ്റി. ഇപ്പോൾ ഏതായാലും ഇതൊന്നും അവൻ അറിയണ്ട.
ഏതെങ്കിലും കാരണവശാൽ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ മാത്രം വിവരം അവൻ്റെ അടുത്തേക്ക് എത്തിയാൽ മതി. അതുവരെ ഇത് വേറെ ആരും അറിയാതെ ഇരിക്കട്ടെ. വീണയുടെ കണക്കുകൂട്ടൽ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. നന്ദിനിയെ പിടിച്ചു നിർത്തി ശാന്തമ്മ നിർബന്ധമായും ചോദ്യം ചെയ്തപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നും അവൾ കൃത്യമായി പറഞ്ഞു. രമേഷിൻ്റെ അമ്മയുടെ ഇളയച്ചനെന്ന് പറയുമ്പോൾ അത് ആ ദേശാടനക്കാരനല്ലേ? അയാൾ അതിന് അന്ന് നാട്ടിൽ വന്നിരുന്നു. വീണയുടെ ഇളയച്ചനാണെന്ന് നിന്നോട് അയാൾ പറഞ്ഞോ അതോ വീണയാണോ പറഞ്ഞത്? എന്നോട് പറഞ്ഞത് രമേഷിൻ്റെ അമ്മയാണ്. ശാന്തമ്മയുടെ മനസ്സിൽ സംശയങ്ങൾ പിന്നെയും മഴക്കാലത്തെ മേഘം പോലെ ഇരച്ചു കയറി. യഥാർത്ഥത്തിൽ ഉത്തരവാദി വീണയുടെ അച്ഛൻ തന്നെ ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ തന്നെ അച്ഛനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വീണ ഇങ്ങനെ ഒരു നുണ പറയും. ഇങ്ങനെയെന്നല്ല, ഇതിലപ്പുറവും അവൾ പറയാൻ സാധ്യതയുണ്ട്. ഉത്തരവാദി ആര് തന്നെയാണെങ്കിലും ഇവളെ ഇവിടെ ഇനി നിർത്തിക്കൊണ്ട് നിൽക്കുന്നത് തീർത്തും അപകടമാണ്. ഒന്നുകിൽ ഇവളെ ഇങ്ങോട്ട് വിട്ട വീട്ടുകാരെ വിളിച്ച് വിവരം പറയാം. അവളെ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ അവൾ എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇറക്കി അങ്ങ് വിട്ടേക്കണം. ഇറക്കി വിടുന്നത് അല്പം കഠിനമായ കാര്യമാണ്. എന്നാലും തൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലെങ്കിൽ അതും ചെയ്യേണ്ടി വരും. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ അങ്ങനെ തെരുവിലിറക്കി വിടുക എന്നൊക്കെ പറയുന്ന അത്രയും ക്രൂരത അവർ കാണിക്കുമോ? ഒന്നുമല്ലെങ്കിലും അവരുടെ അമ്മയെ ഇത്രകാലം നോക്കിയവളല്ലേ? നന്ദിനിയെ സംബന്ധിക്കുന്ന സത്യം അറിഞ്ഞ ശേഷം ശാന്തമ്മ ഇനി എന്ത് തീരുമാനമെടുക്കും? അവളെ വീട്ടിൽ നിന്നും പറഞ്ഞ് അയക്കുമോ? അതോ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുമോ? അതറിയാൻ അടുത്ത ഭാഗം നഷ്ടപ്പെടുത്തരുതേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ.